ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. ക്യാഷ് ഇൻഫ്ലോ അതേപോലെ തന്നെ ക്യാഷ് ഔട്ട് ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ പേരിൽ തന്നെയുണ്ട് ഇൻ, അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, നമുക്ക് ഒരു റെന്റ് കിട്ടുന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, നമ്മൾ സാധനം വിൽക്കുന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു, ക്യാഷ് വരുന്നു. അതേപോലെ തന്നെ ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഔട്ട്, നമ്മുടെ ക്യാഷ് എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു, നമ്മൾ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു, ഇതൊക്കെ എന്താണ്, ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോസ് ആണ്. പ്രധാനമായും 3 ഹെഡ്സ് ആണുള്ളത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം പർച്ചേസും സെയിലുമാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വരുമാനം കിട്ടും, അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അതായത് സെയിൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുന്നു എങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്നും പൈസ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു, ഔട്ട് ഫ്ലോ ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പർച്ചേസ് ഫിക്സ്ഡ് അസറ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അതായത് ദീർഘകാലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാഷ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പർച്ചേസ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് ഉൾപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് അതർ കമ്പനീസ്, മറ്റ് കമ്പനീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് നമ്മൾ പുറത്തോട്ടാണ് പോകുന്നത്, അതായത് ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോ ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു വരുമാനം കിട്ടുന്നു, ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, അതായത് അത് എന്താണ്, ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റി, ലോൺ, ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്നു, നമ്മൾ ലോൺ എടുത്തിട്ട് ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് പുറത്തോട്ട് പോകുന്നു, അതായത് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ്, നമുക്ക് എന്ത് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നു.